മഹാഭാരത യുദ്ധം ആരംഭിക്കുവാനായി ഇരുകൂട്ടരും തീരുമാനിച്ചു. എന്നാൽ പാഞ്ചാല രാജാവായ ദ്രുപദൻ തന്റെ ഒരു പുരോഹിതനെ ഹസ്തിനാപുരിയിലേക്ക് ഒരു ദൂതായി അയക്കുന്നു. ധൃതരാഷ്ട്ര രാജാവിന്റെയും വിതുരന്റെയും സൽക്കാരം കൈക്കൊണ്ടതിന് ശേഷം ദ്രുപദന്റെ സന്ദേശവാഹകനായ പുരോഹിതൻ ദുര്യോധനനെ ചെന്ന് കണ്ടു. രാജാവിന്റെ മുൻപിൽ കുമ്പിട്ട് അനാമയമായ കുശലപ്രശ്നം ചെയ്തതിന് ശേഷം എല്ലാ സേനാനാഥന്മാരും കേൾക്കവിധം ഇപ്രകാരം പറഞ്ഞു: മഹാശയന്മാരെ, നിങ്ങളെല്ലാം സനാതനന്മാർ ആകുന്നു, ധർമ്മമറിയുന്ന രാജാക്കന്മാർ ആകുന്നു. നിങ്ങൾക്ക് അറിവുള്ള കാര്യം കാര്യവശാൽ ഞാൻ പറയുകയാണ്. ധാർതരാഷ്ട്രന്മാരും പാണ്ഡവരും ഒരേ ഒരു രാജാവിന്റെ മക്കളാകുന്നു. പൈതൃകമായ ധനം അവർക്കിരുവർക്കും ഒരുപോലെ തന്നെ ആകുന്നു. അതിന് യാതൊരു സംശയവും ഇല്ല. ധൃതരാഷ്ട്രന്റെ പുത്രന്മാർക്ക് പിതൃധനം ലഭിച്ചു, എന്നാൽ പാണ്ഡുവിന്റെ പുത്രന്മാർക്ക് അത് കിട്ടാത്തത് എങ്ങനെയാകുന്നു? ധൃതരാഷ്ട്രർ അടക്കി വെച്ചത് കൊണ്ടല്ലേ അത് കിട്ടാത്തത്? പാണ്ഡവന്മാരെ കൊല്ലുവാൻ എന്തെല്ലാം ഉപായങ്ങൾ ഇവിടെ പ്രയോഗിച്ചു നോക്കി, എന്നാൽ ആയുസിന്റെ വലിപ്പം കൊണ്ട് അവരെ കൊല്ലുവാൻ സാധിച്ചില്ല. മഹാനായ ആ രാജാവ് കരബലം കൊണ്ട് വർദ്ധിച്ച രാജ്യവുമായി ക്ഷുദ്രമായ ധാർതരാഷ്ട്രൻ സൗബലനോട് ചേർന്ന് ചതിച്ചില്ലേ അവരെ? അങ്ങനെയല്ലേ കൈക്കലാക്കിയത് ഇത് മുഴുവൻ? ദുര്യോധനൻ കൽപ്പിച്ചതുപോലെ തന്നെ ആ കർമ്മവും സമ്മതിച്ച് 13 വർഷക്കാലം മഹാരണ്യത്തിൽ പാർത്തു. അവർ ഭാര്യയോടുകൂടി സഭയിൽ വെച്ച് ക്ലേശങ്ങൾ സഹിച്ചു. കാട്ടിലും പലവിധ ഉഗ്രമായ ക്ലേശങ്ങൾ അവർ സഹിച്ചു. ജന്മാന്തരം പോലെ വിരാടപുരിയിൽ പാപന്മാരെ പോലെ ആ മഹാത്മാക്കൾ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചു. മഹാശയന്മാരായ അവർ കഴിഞ്ഞതേതായാലും കഴിഞ്ഞു എന്ന് വെച്ചുകൊണ്ട് ആ കുറ്റങ്ങളൊക്കെ പിന്നോട്ട് തള്ളി സാമത്തിന് വേണ്ടി, അതായത് സംസാരത്തിലൂടെ ഇതെല്ലാം പരിഹരിക്കുവാനായി ഇപ്പോഴും ഈ അവസാന നിമിഷവും ഇച്ഛിക്കുന്നു, സന്ധ്യയാകുന്നതിന് കാംക്ഷിക്കുന്നു. അവരുടെ മനസ്ഥിതിയും ദുര്യോധനൻ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വീരന്മാർ നിങ്ങളുമായി സങ്കരം ഇച്ഛിക്കുന്നു. ലോകം നശിക്കാതെ സ്വന്തം മുതലിനെ നേടുവാൻ പാണ്ഡവന്മാർ നോക്കുന്നു. ഈ വന്നു ചേർന്നിരിക്കുന്ന പടയെ മുഴുവൻ ഇല്ലാതാക്കുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ധർമ്മപുത്രന് 7 അക്ഷോണി സൈന്യം തയ്യാറായിട്ടുണ്ട്. അവർ രാജാവിന്റെ കൽപ്പന കേൾക്കുവാൻ സന്നദ്ധരായി തന്നെയാണ് നിൽക്കുന്നത്. 1000 അക്ഷോണികൾക്ക് തുല്യമായ വെവ്വേറെ പുരുഷവ്യാഘ്രന്മാരും അതിലുണ്ട്. യുയൂധാനൻ, ഭീമസേനൻ, യമന്മാർ, അതായത് മാദ്രേയന്മാർ, ഇവരൊക്കെ ഇപ്രകാരമുള്ള ബലവാന്മാർ ആകുന്നു. ഒരിടത്ത് 11 അക്ഷോണി സൈന്യവും മറുവശത്ത് മഹാബാഹുവും ബഹുരൂപനുമായ ധനഞ്ജയൻ ഒരാൾ മാത്രം മതി. കിരീടി ഈ സർവ്വസൈന്യത്തോടും ഒറ്റയ്ക്ക് നിന്ന് പോരാടും. അപ്രകാരം തന്നെ മഹാബാഹുവും മഹാദ്യുതിമാനുമായ വാസുദേവനും അർജുനനോടുകൂടി സാരഥിയായി തന്നെ ഉണ്ട്. പാണ്ഡവന്മാരുടെ സൈന്യശക്തിയും കിരീടിയുടെ വീര്യവും കൃഷ്ണന്റെ ബുദ്ധിയും ഭീമന്റെ ബലവും, അങ്ങനെ ഏകോപിച്ച് നിൽക്കുന്ന പാണ്ഡവന്മാരോട് എതിർക്കുവാൻ ആരാണ് ഇത്ര വെമ്പൽ കൊണ്ട് നിൽക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ധർമാനുസരണം കരാറ് പോലെ കൊടുക്കേണ്ടത് കൊടുത്തുകൊള്ളുക. കാലം വൈകിയാൽ അത് ശാന്തി കെടുത്തുവാൻ കാരണമാകും. പുരോഹിതന്റെ വാക്കുകൾ കേട്ട് പ്രാജ്ഞാവൃത്തനും മഹാതേജസ്വിയുമായ ഭീഷ്മർ ആ ബ്രാഹ്മണനെ ആദരിച്ചുകൊണ്ട് പറഞ്ഞു: ഭാഗ്യത്താൽ അവർക്കെല്ലാം കൃഷ്ണനോടൊപ്പം കുശലം ഭവിക്കുന്നു. ഭാഗ്യത്താൽ അവർ സഹായമുള്ളവർ ആയിരിക്കുന്നു. ഭാഗ്യത്താൽ അവർ ഭ്രാതാക്കന്മാരായ ആ കുരുനന്ദനന്മാർ ഭാഗ്യത്താൽ സന്ധിയെ കാംക്ഷിക്കുന്നു. ബന്ധുക്കളോട് കൂടി പാണ്ഡവന്മാർ പോരിനാഗ്രഹിക്കുന്നില്ല എന്നറിയുന്നത് കേട്ടുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. ഹേ ബ്രാഹ്മണ, ഭവാൻ പറഞ്ഞതൊക്കെ സത്യമാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. ബ്രാഹ്മണ്യം മൂലം ഭവാന്റെ വാക്കുകളിൽ തീഷ്ണമായി പോയി എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ആ പാണ്ഡവന്മാർ കാട്ടിലും നാട്ടിലും ക്ലേശിച്ചു, വളരെ കഷ്ടപ്പാട് സഹിച്ചു. ധർമ്മത്താൽ പിതൃധനം അർഹിക്കുന്നവർ ആയിരുന്നിട്ടും അവർ ക്ലേശം അനുഭവിച്ചു. അർജുനൻ അസ്ത്രജ്ഞൻ ആകുന്നു, ബലവാൻ ആകുന്നു, മഹാരഥൻ ആകുന്നു. ആ പാണ്ഡവന്മാരോട് എതിർക്കുവാൻ കെൽപ്പുള്ളവനായി ഈ ലോകത്ത് ആരുണ്ട്? സാക്ഷാൽ വജ്ര തന്നെ ഇടഞ്ഞു വന്നാലും. ഭീഷ്മർ ഇങ്ങനെ പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് അത് തടഞ്ഞുകൊണ്ട് ദുര്യോധനൻ ഇടം കണ്ണിട്ടുകൊണ്ട് കർണനോട് പറഞ്ഞു. രഹസ്യത്തിൽ പറഞ്ഞത് പ്രകാരം കർണൻ പറഞ്ഞു: ലോകത്തിൽ ഒരു ജീവി പോലും അറിയാതെ
കണ്ടില്ല ഈ പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദുര്യോധനന് വേണ്ടി ശകുനി ചൂതിലവര് ജയിച്ചു. പാണ്ഡുപുത്രനായ യുധിഷ്ഠിരൻ കാട്ടിലേക്ക് പോയി. ആ കാട് വിട്ടവർ ഇപ്പോൾ വന്നു. ഇപ്പോൾ അച്ഛന്റെ മുതല് ആഗ്രഹിക്കുന്നു. മൂർഖന്മാരെ പോലെ അവർ പാഞ്ചാല മത്സ്യന്മാരെ കൂട്ടുപിടിച്ച് ഇപ്പോൾ യുദ്ധത്തിനാണ് പുറപ്പെട്ടിരിക്കുന്നത്. ദുര്യോധനൻ ഭയപ്പെട്ടൊരു അടിഭൂമി കൊടുക്കില്ല. ധർമാനുസരണമാണെങ്കിലോ ശത്രുവിനായാലും ദുര്യോധനൻ തന്റെ ഭൂമി കൈവിട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ധർമ്മം വിട്ട് ആ പാണ്ഡവന്മാർ എതിർക്കുകയാണെങ്കിൽ എന്റെ ഈ വാക്കുകൾ ഓർക്കേണ്ടതാകുന്നു. കർണൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ഭീഷ്മർ പറഞ്ഞു, രാധേയ, ചുണയുള്ള വാക്കുകൾ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. 6 മഹാരഥന്മാരെയും പാർത്ഥൻ പോരിൽ ജയിച്ചത് നീ മറന്നോ? പലപ്പോഴും പോരാടി ജയിച്ച അവന്റെ കർമ്മം നീ കണ്ടില്ലേ? ഈ ബ്രാഹ്മണൻ പറഞ്ഞത് മാതിരി നാം ചെയ്യേണ്ടതാകുന്നു. അല്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് മരിച്ചു വീഴുന്നതും മണ്ണ് തപ്പി കിടക്കുന്നതും ഒന്ന് ഓർക്കുക. കർണന്റെ ധിക്കാരപൂർവമായ ഈ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രന് വിഷമം തോന്നി. അദ്ദേഹം ഭീഷ്മനെ മാനിച്ച് മനസ്സ് സന്തോഷിപ്പിച്ച് രാധേയനെ ധിക്കരിച്ച് ഇപ്രകാരം പറഞ്ഞു, ഭീഷ്മർ നമുക്ക് ഹിതമായ കാര്യങ്ങളാണ് പറഞ്ഞത്. പാണ്ഡവന്മാർക്ക് അത് ഹിതമായിട്ടുള്ള കാര്യവും ആകുന്നു. മാത്രമല്ല എല്ലാവർക്കും ഈ ലോകത്ത് മുഴുവൻ നന്മയ്ക്കായുള്ള വാക്കാകുന്നു ശാന്തവാൻ പറഞ്ഞത്. ഞാനിത് ചിന്തിച്ചുകൊണ്ട് സഞ്ജയനെ പാണ്ഡവന്മാരുടെ അടുക്കലേക്ക് വിടാം. ഹേ ബ്രാഹ്മണ, ഭവാൻ ഇപ്പോൾ പാണ്ഡവന്മാരുടെ അടുക്കലേക്ക് പൊയ്ക്കൊള്ളുക. ഇപ്രകാരം പറഞ്ഞ് പുരോഹിതനെ സൽക്കരിച്ച് പ്രസാദിപ്പിച്ച് ധൃതരാഷ്ട്ര മഹാരാജാവ് പാണ്ഡവന്മാരുടെ അടുക്കലേക്ക് അയച്ചു.